ഇപ്പോൾ നമ്മൾ മലയാളികൾക്ക് ലാലേട്ടൻ റെഫറൻസുകൾ ഇല്ലാതെ കടന്നു പോകുന്ന ദിവസങ്ങൾ കുറവാണ്. അപ്പോൾ മകളുടെ സിനിമ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ഡയമെൻഷൻ തന്നെയുണ്ട്. ആ രീതിക്ക് ചെറിയ റെഫറൻസുകൾ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് മാത്രമല്ല, ട്രെയിലർ കാണുമ്പോൾ ഒരു ആക്ഷൻ സിനിമയുടെ ഭയങ്കര ഫീൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടനും വിസ്മയും തമ്മിലുള്ള ആക്ഷൻ സീക്വൻസ് സിനിമയുടെ ഭാഗമാണോ? രണ്ട് ചോദിക്കും. അങ്ങനെ റെഫറൻസുകൾ ഞാൻ എൻ്റെ കുറേ സിനിമകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓൾമോസ്റ്റ് മിക്ക സിനിമകളിലും ലാലേട്ടൻ റെഫറൻസുകൾ ഞാൻ വെക്കാറുണ്ട്. ഇതിൽ പക്ഷേ ലാലേട്ടൻ തന്നെ വന്നതുകൊണ്ട് തന്നെ റെഫറൻസ് ഒന്നും വെക്കേണ്ടി വന്നില്ല. പിന്നെ ആക്ഷൻ മൂവി ആണെന്ന് ഞാൻ പറയുന്നില്ല, ആക്ഷൻ ഉണ്ട് പടത്തിൽ. ഇപ്പോൾ യൂഷ്വലി നമ്മൾ പണ്ടൊക്കെ ഞാൻ സിനിമ കാണുമ്പോൾ നമ്മളെല്ലാവരും സിനിമകൾ കാണുമ്പോൾ ടി വിയിൽ സംഘടനം ത്യാഗരാജനുണ്ടോ എന്ന് നോക്കും ആദ്യം പടം നോക്കുന്നതിന് മുമ്പ്. അപ്പോഴായിരിക്കും ഒരു ഇൻട്രസ്റ്റ് പടം കാണാൻ. എന്ന പോലെ പുട്ടിന് പീര പോലെ കുറച്ച് സംഘടന ഉണ്ട് ഈ പടത്തിൽ. പക്ഷെ ഇതൊരു ആക്ഷൻ മൂവി അല്ല, ആക്ഷൻ ഉണ്ട് സിനിമയിൽ. പുള്ളിക്ക് അറിയേണ്ട ഞാനും മായമായിട്ട് ആക്ഷൻ ഉണ്ടോ? ഇല്ലില്ല, അവർ വീട്ടിലുണ്ടോ ആക്ഷൻ ഉണ്ടോ, ഇവിടെ പടത്തിൽ. അതായത് ലാൽ സാറിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് ഉത്തരം നിങ്ങൾക്ക് തരാമായിരുന്നു. ഈ മായയുടെ ആക്ഷൻ പോലും പടത്തിലുണ്ടോ എന്ന് ഞാൻ ഇപ്പോഴും കൺഫേം ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ആക്ഷൻ പടമാണ്. പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ മൊയ്ത്തായി പഠിച്ച എല്ലാവരെയും ഇടിച്ചു മറിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറല്ല പടത്തിൽ. വളരെ ശാന്ത സ്വഭാവമായിട്ടുള്ളൊരു കുട്ടിയാണ്. ഒരു അച്ഛനായിട്ട് അഭിനയിക്കുന്ന സായിച്ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട്, അവിടുത്തെ CA ആയിട്ട് ചെയ്യുന്ന മനോജ് ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട്. പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറയാം, വില്ലൻ കൊടൂര് വില്ലനായ ബോബി ചേട്ടൻ പടത്തിലുണ്ട്. അത് ഉഗ്രൻ വില്ലനാണ്. പിന്നെ ആശിഷ് ഒരു ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത്. അനുചേട്ടൻ അറിയാലോ, നമ്മുടെ സ്വന്തം അനുചേട്ടൻ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു ആർട്ടിസ്റ്റാണെന്ന് ചോദിച്ചോ. ഇത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ആർക്കും എന്താ പറയുക, എപ്പോൾ വിളിച്ചാലും സ്വന്തം ഒരു കുടുംബത്തിലെ ഒരാളെ പോലെ വിളിക്കാവുന്ന ബന്ധമുണ്ട് ഈ സിനിമ കഴിഞ്ഞപ്പോൾ. ഈ പടത്തിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ് ആയാലും ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരുമായിട്ട്. അപ്പോൾ അത് അത്രയും എൻജോയ് ചെയ്ത് ഞങ്ങൾ ചെയ്ത സിനിമയാണ്. അതൊരു വലിയ സിനിമയൊന്നുമല്ല, എന്നാലും എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ലാൽ സാറിൻ്റെ ക്യാരക്ടറും എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ജെയ്ക്സിന്റെ പലപ്പോഴും ഇന്റർവ്യൂകളിൽ പറയാറുണ്ട്, ഒന്ന് ഡൗൺ ആവുമ്പോൾ ഒന്ന് പേഴ്സണലി ഒരു ഇൻസ്പിറേഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്ക്